എന്താ ഇത് വാങ്ങാനുള്ള പരിപാടിയുണ്ടോ? ഇത് അമ്മച്ചിയുടെ മുറിയാ? അല്ല, ഇത് എൻ്റെ മുറിയാ. അമ്മച്ചി ഇന്ന് ഇവിടെ കിടക്കട്ടെ എന്ന് കരുതി. നല്ല മുറി, സ്റ്റാർ ഹോട്ടലൊക്കെ പോലെ ഉണ്ട്. ആ ബാബ സ്റ്റാർ ഹോട്ടലൊക്കെ താമസിച്ചിട്ടുണ്ടോ? താമസിച്ചിട്ടൊന്നുമില്ല, പോയിട്ടൊക്കെ ഉണ്ട്. കണ്ടാൽ തന്നെ കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു. എന്താ ഈ മുറി കണ്ടിട്ട് കിടന്നുറങ്ങാൻ തോന്നുന്നുണ്ടോ? വാവേ ഇരിക്കേ, ഞാൻ കുടിക്കാൻ വല്ല എടുക്കാം. ഒന്നുമില്ല, ഞാൻ പോട്ടെ. ഇരിക്കുവാവേ, എന്നെ പേടിയാണോ? പിന്നെ ഇഷ്ട? ഞാൻ പോയിട്ട് വരാം. എന്താ ഒട്ടിച്ചില്ലേ? സമരം ചർച്ചയൊക്കെ തീർന്നോ? ഒട്ടിക്കണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ദേ അവരെന്തു പറഞ്ഞു? അവര് മാത്രമല്ല, അവരും പറഞ്ഞു. ഇവരൊക്കെ പറയാനും മാത്രം എന്തെന്നായാലും ഉള്ളത് കാണിച്ചേ. ഒരു പൊട്ടുന്ന സദാചാരം, ആണുങ്ങൾക്ക് എന്താ കൊമ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ട് നീ ഒട്ടിക്കണ്ട, ഇനി എല്ലാരും കൂടെ എൻ്റെ മേക്കിട്ട് തീർന്നു. ഞാനിപ്പോ കവലയിൽ വന്നോളൂ. കഴിഞ്ഞില്ലേ? ഒരു ഗ്ലാസ് കൂടിയുണ്ട്. ഓട്ടത്തിലാണ്. ഹലോ, മതി. അവിടെ വാ പറഞ്ഞാലേ നാളെ നീ പോസ്റ്ററാവും. പിന്നെ അതൊട്ടിക്കാൻ ഞാൻ നടക്കേണ്ടി വരും. വാവേ ഇവിടെ വാടാ, ഒരു അത്യാവശ്യം ഉണ്ടോ? അവന് വല്ല മൈൻഡോട്ട് നോക്കിയേ. കവലയിൽ നിന്ന് ആരെല്ലാം പറഞ്ഞെന്നറിയോ? ചന്ദ്രനെ തല്ലാൻ എളുപ്പമാണല്ലോ. അവൻ ആവശ്യമില്ലാതെ ഒന്നിനും പോകാറില്ല. ചന്ദ്രനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും. കാരണം ഉണ്ടെങ്കിൽ തല്ലാൻ ഇവനാരി? ഇവിടുത്തെ എസ് ഐ ആ മാപ്പിള ചെറുക്കൻ ആരാണ്ട പിടിച്ച് തള്ളിയതിന് ഇവനെന്ത്? എന്തേലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാം, വെറുതെ അമ്മയെ പറഞ്ഞ് ഭ്രാന്താക്കണ്ട. നിന്നോട് കൂടി തന്നെയാ പറഞ്ഞേ. ചന്ദ്രനെ തല്ലിയാണോ അച്ഛൻ്റെ പ്രശ്നം? എളുപ്പമായോണ്ട് തല്ലിയല്ല, അവൻ്റെ സ്ഥാനത്ത് ആരായിരുന്നാലും തല്ലും. അതന്നെ നല്ലനും പറഞ്ഞേ. നീ അവന്റെ കൂടെ കൂടി ആകെ വഷളായിരുന്നു. അച്ഛനും അങ്ങനെ തന്നെയല്ലേ പറയണത്? ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ ആ മാപ്പിള ചക്കൻ അടി കൊണ്ടാലും എന്താന്ന്? അവൻ എൻ്റെ നല്ല കൂട്ടുകാരനാ, ആവശ്യമില്ലാണ്ട് അവന്റെ തോളിൽ കയറണ്ട. നാട്ടിൽ നീ മാത്രമല്ല, വേറെ ഉണ്ട് ചോദിക്കാൻ ത്രാണിയുള്ളവർ. വേറെ ഉണ്ട് ചോദിക്കാനല്ല, തമ്മിലടിപ്പിച്ച് കാഴ്ചയാണ്. ഒന്ന് സ്വൈര്യം താച്ചാ. ഞാൻ പറഞ്ഞില്ലേ ഒരു തല്ലുകൊടുത്ത കാര്യം. എന്തിനാ തല്ലുണ്ടാക്കാൻ പോണേ? നീ എന്നെ നല്ല കുട്ടിയല്ലേ? പിന്നെ തല്ലാണ്ട് ഞാൻ പറഞ്ഞില്ലേ, ചുമ്മാ ഒരാളെ ഇതിന്റെ പേരും പറഞ്ഞപ്പോ വീട്ടിൽ സ്വസ്ഥതയില്ല. അച്ഛന്റെ മുഖത്ത് നോക്കണ്ട, ചീത്ത വിളിയാ. സ്വസ്ഥതയില്ലെങ്കിൽ പിന്നെ നീങ്ങുവാ. അച്ഛൻ്റെ മുഖത്ത് നോക്കണ്ട, എൻ്റെ മുഖത്ത് നോക്കിയിരിക്കാം. ഞാനങ്ങോട്ട് വരുവേ, പിന്നെ എന്നോട് ഇറങ്ങി പോവാൻ പറയരുത്. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങ് വാ. വന്നിട്ട് 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 മുഖത്ത് നോക്കിയിരിക്കും. ചിരിക്കണ്ട, എങ്ങനെ വരും അത് പറ. എനിക്ക് വിശപ്പില്ലമ്മേ, അമ്മ കിടന്നോ? അവന്റെ വിശപ്പ് കിട്ടു കാണും. നിങ്ങൾ ഒരുത്തനാ അവൻ ഓരോന്ന് പറഞ്ഞിങ്ങനെ പട്ടിണി കിട്ടുന്നു. അമ്മയ്ക്ക് നല്ല ശ്വാസം മുട്ടുണ്ട്. ഉറങ്ങുമ്പോ 2-3 മണിയോ, എഴുന്നേക്കാൻ വൈകും. നീ വെളുപ്പിന് വാ.
അല്ല രാവിലെ ഞാൻ വീട്ടിലെന്ത് പറയും? എന്താടാ വാവേ, ചോറ് വേണോ? ഒന്നുമില്ല. അമ്മ കിടന്നോ? പിന്നെന്താടാ? ഞാൻ ഒരു പാട്ട് കേൾക്കുക. ഞാൻ കേട്ടുമല്ല. ഒരു കാര്യം ചെയ്യേ, വലിയ കളിക്കാരനല്ലേ, രാവിലെ ഓടാനും ചടാനും ഒക്കെ പോവാറില്ലേ? നാളെ കുറച്ച് നേരത്തെ ഇറങ്ങ്, ഒരു 4 മണിക്ക്. ഞാൻ രാവിലെ പോവാറില്ല, വൈകിട്ടാണ് ജിമ്മിൽ പോവാ. നാളെ മുതൽ ഓടാൻ പോണോ? ഓടിക്കഴിഞ്ഞിട്ട് പിന്നെ പൊട്ടാ കുട്ടൻ മാറിയപ്പോ പൊട്ടനായ? ഓടാനായി ഇറങ്ങി ഇങ്ങ് വരണം. ഞാൻ ഗേറ്റ് പൂട്ടില്ല, അകത്തേക്ക് കയറി ഒരു മിസ് കോൾ ചെയ്താൽ മതി. വരണേ. വരാം. അമ്മ ഞാൻ നാളെ രാവിലെ ഓടാൻ പോവും 4 മണിക്ക്. നീ ഇപ്പോഴേ പോകും, ഉറങ്ങാനും സമ്മതിക്കൂല. സുബൈക്ക് ബാങ്ക് കേട്ട എന്നൊക്കെത്താണ് ഇപ്പൊ എൻ്റെ അകത്ത് കയറിയിരിക്കണം. ഇന്നലെ ബാക്കിയെന്ന് എല്ലാം കൂടി വലിച്ചൊരു കയറ്റുമ്പോൾ ആലോചിക്കണോർക്കും. ഇവനെ കൊണ്ടുള്ള ഇടങ്ങേറ് സുബൈക്ക്. അപ്പൊ നീയല്ലേ ഇതിന്റെ അകത്ത്? ഞാനെങ്ങനെ അതിന്റെ അകത്ത്? പിന്നെ ആളുണ്ട് ഇതിന്റെ അകത്ത്. ആരാ ആരാകത്ത്? ഇതിന്റെ അകത്ത് ആരാ? കൂട്ടിയിരിക്കാണല്ലോ. മൊസേരി വീട്ടിൽ പോയില്ലേ? ആരാ ഇതിന്റെ അകത്ത്? ആരാ? എന്താ മിണ്ടാത്ത? എന്താ ഇതിന്റെ അകത്ത് ആരാന്ന്? ആരാ? ഹലോ, ഒന്ന് വാങ്ങുന്നത്. അല്ലാ, ഇത് പ്രശ്നമുണ്ട്. എടാ വലിച്ചു പിടിക്കടാ, വലിച്ചു പിടിക്ക്. വലിച്ചു പിടിച്ചോട്ടാ. ഹലോ. പള്ളിക്കാത്ത പിടിച്ചോ?